ഈ വിവാദങ്ങളുടെ എല്ലാം ആധാരമായത് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖന പരമ്പരയിലെ ചില വെളിപ്പെടുത്തലുകളാണ്. ശ്രീ ജോൺ മുണ്ടക്കയം ഇപ്പോൾ തത്സമയം ചേരുകയാണ് എൻകൗണ്ടറിൽ. ശ്രീ ജോൺ മുണ്ടക്കയം, ഇന്നലെ ബ്രിട്ടാസ് ഉപയോഗിച്ച ഒരു വാക്ക് അങ്ങേക്ക് അറിയുന്നതാണ്. അങ്ങ് തന്നെ പിന്നീട് ഇന്നലെ രാത്രിയിൽ ഈ എൻകൗണ്ടറിൽ പങ്കെടുക്കുമ്പോൾ അത് ആവർത്തിക്കുകയും ചെയ്തതാണ്. അങ്ങയുടെ ഭാവനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്ന്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, അങ്ങ് ഇതിൽ എഴുതിയിട്ടുണ്ട്, തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു. തുടർന്ന് ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ UDF നേതാക്കളെ കണ്ടു. അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി. ഇന്ന് പ്രേമൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി പറയുകയുണ്ടായി, ഈ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് അങ്ങും പ്രേമനുമായി ആശയവിനിമയം നടക്കുകയുണ്ടായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേമൻ പറയുന്നൊരു കാര്യം, ഇങ്ങനൊരു കാര്യമേ ഉണ്ടായിട്ടില്ല എന്നാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിലും UDFൻ്റെ നേതാക്കന്മാരുമായി പോയി കണ്ട ആശയവിനിമയം നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ആരുടെ ഭാവനയുടെ ഭാഗമാണ്? ശ്രീ പ്രേമേന്ദ്രൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സാർ. ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞത് എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം പറയുന്നത് എൻ്റെ പുസ്തകത്തിന് മുമ്പായിട്ട് ഞാൻ എഴുതിയ വാരികയിലെ ലേഖനത്തിലെ ഒരു വാചകമാണ് പുള്ളി നിഷേധിച്ചിരിക്കുന്നത്. അത് പ്രേമചന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF നേതാക്കളെ ആശയവിനിമയം നടത്തിയാൽ സംസാരിച്ചു എന്നുള്ളതാണ്. അത് അദ്ദേഹം നിഷേധിച്ചു. പ്രേമേന്ദ്രൻ എനിക്ക് വളരെ ആദരവുള്ള നേതാവാണ്. അതേക്കുറിച്ച് എനിക്കത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതേക്കുറിച്ച് പരിശോധിക്കാം. തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തും. കാരണം എൻ്റെ ഗുരുഭൂതന്മാരെ, പത്രപ്രവർത്തക ഗുരുഭൂതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ ഒരു കാര്യം ശരി ചെയ്താൽ ശരിക്കും ഉറച്ചു നിൽക്കണം, തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വാചകം എഴുതിയതിനകത്ത് പ്രേമേന്ദ്രൻ പറയുന്നതനുസരിച്ച് അങ്ങനെയെങ്കിൽ ആ ആനുകൂല്യം പറഞ്ഞിട്ടില്ല. പ്രേമേന്ദ്രൻ ചർച്ചയ്ക്ക് പോയി ഞാൻ പറഞ്ഞിട്ടില്ല. പ്രേമേന്ദ്രൻ UDF നേതാക്കളുമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. പ്രേമേന്ദ്രൻ പറയുന്നു എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഞാൻ എഴുതിയതാണ്. ഞാൻ അതിൽ തർക്കമില്ല. പക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ. ഒരു സെക്കൻഡ് അതിലേക്ക് പോവാം. അതിനു മുമ്പ് അങ്ങ് പറയുന്നു, ആദ്യമായി എനിക്കിനി പ്രേമനുമായി ബന്ധപ്പെട്ടൊരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഗുരുഭൂതന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ അതിൽ തിരുത്താൻ തയ്യാറാണ് എന്ന്. ആ ആനുകൂല്യം എന്തുകൊണ്ട് ബ്രിട്ടാസിന് കൊടുത്തില്ല? നല്ല ചോദ്യം. അത് ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഉണ്ടല്ലോ, എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ ബ്രിട്ടാസിനെ സംബന്ധിച്ചുള്ള കാര്യം ഞാനും ബ്രിട്ടാസും തമ്മിൽ ശ്രീ ജോൺ മുണ്ടക്കയം, നാം ഒരു കാര്യം പറയുകയും അതിലൊരു പിഴവ് പറ്റിയിട്ടുണ്ടാകാമെന്ന സാധ്യത വെക്കുകയും മറ്റൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അത് ഒരു സ്വയം ബോധ്യത്തിന്റെ വിശ്വാസത്തിൽ മാത്രമേ നിൽക്കാൻ കഴിയൂ. അങ്ങേക്ക് പുറത്തുള്ളവർക്ക് ഇത് രണ്ടിനെയും ഒരേപോലെ കാണാൻ കഴിയൂ. പ്രേമൻ പറഞ്ഞതും ബ്രിട്ടാസ് പറഞ്ഞതും ഒരേ തുലാസിൽ വെച്ചേ കാണാൻ കഴിയൂ. പ്രേമചന്ദ്രൻ ഞാൻ പറയും, മനുഷ്യനല്ലേ. ഒരു സംഗതി ഞാൻ എഴുതിയതിനകത്ത് പ്രേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, പ്രേമേന്ദ്രൻ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന്. പ്രേമേന്ദ്രൻ ഞാൻ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് പ്രേമേന്ദ്രൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പരിശോധിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയും തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഇതിലെ പ്രശ്നം ഇപ്പൊ പ്രേമനുമായി ബന്ധപ്പെട്ട് അങ്ങ് അങ്ങനെ ഒരു കാര്യം പറയുന്നു. ബ്രിട്ടാസിനെ പറ്റി ഇപ്പോൾ ചെറിയ ഫിലിപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങയുടെ ഈ ആഖ്യാന പ്രകാരമാണ് എങ്കിൽ ഈ സമരം നടക്കുന്നു, ആ സമരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 11 മണിയാകുമ്പോഴേക്കാണ് ബ്രിട്ടാസ് അങ്ങയെ വിളിക്കുന്നത്, അല്ലേ? എന്നിട്ടാണ് ഇങ്ങനെ ഒരു സാധ്യത തുറക്കുന്നത്. അതിന്റെ ഭാഗമായി അങ്ങും കൂടിയാലോചന നടത്തുന്നത്. അപ്പോൾ തിരുവഞ്ചൂർ എന്ന് പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിലാണ് അങ്ങയുടെ ആഖ്യാനം. പക്ഷെ അങ്ങനെയല്ല ചെറിയാൻ പറയുന്നത്. ഈ സമരം നടക്കുന്നതിന്റെ തലേന്ന് തന്നെ ചെറിയാനും ബ്രിട്ടാസും കൂടെ തിരുവഞ്ചൂരിനെ കാണാൻ പോകുന്നു, ആശയവിനിമയം നടത്തുന്നു. അപ്പോ ഒരു സെക്കൻഡ് അതിൽ നിന്ന് ഒരു കാര്യമേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഈ തീരുമാനം പരിഹരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരു തിരുവഞ്ചൂരാണ്. തിരുവഞ്ചൂരിനെ കണ്ട ബ്രിട്ടാസിന് ജോൺ മുണ്ടക്കയത്തെ വിളിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഉത്തരം അടങ്ങിയിട്ടുണ്ട്. തിരുവഞ്ചൂരിന് തലേദിവസം ചെന്ന് ഈ ബ്രിട്ടാസും ചെറിയാൻ വലിപ്പൂടെ കണ്ടു എന്ന് പറയുന്ന കഥ അത് ഇപ്പൊ ഉണ്ടാക്കിയെടുത്തൊരു കഥയായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. കാരണം അങ്ങനെയാണ് ബ്രിട്ടാസ് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. ബ്രിട്ടാസ് എന്നെ വിളിച്ചു എന്നുള്ളതും ഞാനത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചു എന്നുള്ളതും മുഖ്യമന്ത്രി അത് കുഞ്ഞാലിക്കുട്ടിയോട് പറയണമെന്നുള്ളതും ഇതിലെ പ്രശ്നം ശ്രീ ജോൺ മുണ്ടക്കയം ഇപ്പൊ അങ്ങ് പറയുന്നു അത് ചെറിയാൻ്റെ ഒരു കഥയാണ് എന്ന്. അങ്ങേ തള്ളാത്ത ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ അങ്ങേ തള്ളാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് തിരുവഞ്ചൂരാണ്. ആ തിരുവഞ്ചൂർ തന്നെ എന്ന് പറഞ്ഞു, ഞാൻ പ്രസിഡന്റ് KSUവിൻ്റെ, ഇദ്ദേഹം സെക്രട്ടറി,
ഞങ്ങളുടെ ആ നാട്ടിലെ ബന്ധവും ആ പറയുന്ന സംഘടനാ സൗഹൃദവും ഒക്കെ ദീർഘകാലമായി ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ തിരുവഞ്ചൂർ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? തിരുവഞ്ചൂരിനെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു നിങ്ങൾ ഇതിനകത്തൊരു ഡീൽ ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഡീൽ ഇല്ല എന്ന കാര്യം തിരുവഞ്ചൂരിന് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോ തിരുവഞ്ചൂരിനെ സംബന്ധിച്ച് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് തിരുവഞ്ചൂരിന് അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. ഇത് രണ്ടും പരസ്പര പൂരകമാണ്, ആദ്യം മനസ്സിലാക്കുക. ഈ ജോൺ ബ്രിട്ടാസ് ഏറ്റവും കുറഞ്ഞത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞല്ലോ, ഞാന് തിരുവഞ്ചൂര് എന്നെ വിളിച്ചു, തിരുവഞ്ചൂരുമായിട്ട് ഒന്നാമതായി ശ്രീ ജോൺ മുണ്ടക്കയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സി ദിവാകരനുമായി ബന്ധപ്പെട്ട ആത്മകഥയുടെ വിവാദം വന്ന ഘട്ടത്തിലും തിരുവഞ്ചൂർ പ്രതികരിക്കുകയുണ്ടായി. അന്നത്തെ തിരുവഞ്ചൂരിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇങ്ങനൊരു ആശയവിനിമയം നടക്കുകയുണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒത്തുതീരുകയുണ്ടായി, ഈ സമരം CPM-നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പം നമുക്ക് ആ പഴയ ലിങ്കുകളൊക്കെ നോക്കുമ്പോൾ അതെല്ലാം ഉണ്ട്, തിരുവഞ്ചൂരിൻ്റെ ആ വാക്കുകൾ അല്ലേ. അപ്പോൾ തിരുവഞ്ചൂരിന് ഇനി പുതുതായി ഒന്നും ഒളിച്ചു വെക്കാനില്ല, എന്തെങ്കിലും ഒരു ഡീല് നടന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ബഹുമാനത്തോടെയും ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങയുടെ ആ വാദത്തിൻ്റെയും അടിത്തറ ദുർബലമാണ്. എല്ലാ ബഹുമാനത്തോടെയും ഞാൻ വേണുവിനോട് പറയുന്നു, ഞാൻ പറയുന്നത് 100% സത്യസന്ധമായിട്ടാണ്. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങയുടെ വ്യക്തിപരമായ ഇന്റഗ്രിറ്റിയെ ഞാൻ ഒരു ശതമാനം പോലും സംശയിക്കുന്നില്ല. ഇതൊരു സംവാദമാണ്, അങ്ങനെ ചോദിക്കുന്നേ എടുക്കാവൂ. അല്ലല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ സത്യം എപ്പോഴും സത്യമായിട്ട് അവശേഷിക്കുമല്ലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ജോൺ ബ്രിട്ടാസും ഞാനും തമ്മിൽ സംസാരിക്കുന്നുള്ളത് സത്യമാണ്. ജോൺ ബ്രിട്ടാസ് അത് നിഷേധിച്ചു കഴിഞ്ഞാൽ ഞാൻ തെളിയിക്കണമെന്നുള്ള മാർഗം എന്താണ്? മൂന്നാമതൊരാളില്ലല്ലോ. ഒരുപക്ഷെ അന്ന് ആ ദിവസത്തെ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ജോൺ ബ്രിട്ടാസ് എന്നെ വിളിച്ചോ, ഞാൻ ഉമ്മൻചാണ്ടിയെ വിളിച്ചോ, അതിനുശേഷം ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു എന്നൊക്കെ ആ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാമല്ലോ. വേറെ ഒന്നും വേണ്ടല്ലോ. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കാൻ ഞാൻ പറയുകയാണ്. എനിക്ക് ഈ കാര്യത്തിൽ തന്നെ കള്ളം പറയുന്നത് ശരിയാണ്. രാഷ്ട്രീയ വൃത്തത്തിന് പുറത്തുള്ള ഒരാളുമായി ആശയവിനിമയം നടത്തിയെന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ വീഴ്ചയാകും. അല്ല, അതിന് രാഷ്ട്രീയമായി വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ബ്രിട്ടാസ് അത് നിഷേധിക്കുന്നു. ഒരു വാദത്തിന് അംഗീകരിച്ചാലും എന്തുകൊണ്ട് പ്രേമനുമായി ബന്ധപ്പെട്ട് ഒരു ഓർമ്മത്തെറ്റ് സംഭവിക്കാമെന്ന സാധ്യത അങ്ങേക്ക് പറയേണ്ടി വരുന്നു? രണ്ടാമതായി, ഒരു സെക്കൻഡ് പൊളിറ്റിക്കൽ ക്ലാസ്സുമായിട്ടാണ് എന്തായാലും തിരുവഞ്ചൂർ ഇടപെടുന്നത് അല്ലേ? തിരുവഞ്ചൂർ തന്നെ പറയുകയാണ്, നേരത്തെ മുതലേ ചെറിയാനുമായി ആശയവിനിമയം ഉണ്ട്, അല്ലെങ്കിൽ ചെറിയാൻ ആ കാര്യങ്ങൾ പറയുകയാണ്. അവിടെ അങ്ങ് ചെറിയാനെ അവിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല തിരുവഞ്ചൂർ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തിരുവഞ്ചൂർ പറയുന്നുണ്ട്, ഞാനും ചെറിയാനുമായി ആശയവിനിമയം നടക്കലുണ്ടായിരുന്നു എന്ന്. ചെറിയാൻ പറയുന്നു, ഞാൻ ഈ സമരത്തിന് തലേന്ന് തന്നെ തിരുവഞ്ചൂരിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരി, അല്ല, ഞാൻ അപ്പോഴും പറയുന്നത് ഞാൻ അങ്ങനെ അവിശ്വസിക്കുന്നേ ഇല്ല. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഞാൻ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യം ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജോൺ ബ്രിട്ടാസുമായി ഞാൻ സംസാരിച്ചതും ഉമ്മൻചാണ്ടിയുമായിട്ട് സംസാരിച്ചതും പിന്നീടുണ്ടായ സംഭവങ്ങളും അതിന്റെ തുടർച്ചയായിട്ടാണ് ബാക്കിയൊക്കെ നടന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങോട്ട് വിളിച്ച് ഈ സമരം തീർക്കണമെന്ന് ജോൺ ബ്രിട്ടാസിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ജോൺ ബ്രിട്ടാസിനോടാണ് ആവശ്യപ്പെടേണ്ടത്, ചെറിയാൻ ഫിലിപ്പിനോടാണ് ആവശ്യപ്പെടേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇങ്ങോട്ട് വിളിച്ച് ഒരു സമരം തീർക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെടുന്നു. അപ്പം ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും നടക്കണ്ടേ? ആ നടന്ന സംഗതി ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടി അറിയാതെ തിരുവഞ്ചൂര് നേരെ പോയി ജോൺ ബ്രിട്ടാസിനെ വിളിക്കുമെന്ന് കരുതുന്നുണ്ടോ? അപ്പൊ അതിനൊരു കാരണം വേണ്ടേ? ആ കാരണമാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് അങ്ങയെ പറ്റി വ്യക്തിപരമായ ഒരു അവിശ്വാസവുമില്ല. പക്ഷെ അങ്ങ് പറഞ്ഞതിന് ശേഷം വന്ന പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ തേടുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അങ്ങ് പറയുകയുണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഒത്തുതീർപ്പാടുന്നു എന്ന് അങ്ങേക്ക് അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ പറയില്ല എന്നും. പക്ഷേ ഈ പേജ് 31 അവസാനത്തെ ഖണ്ഡികയ്ക്ക് തൊട്ടു മുമ്പുള്ള ഖണ്ഡികയിൽ അങ്ങ് പറയുന്നത് ഇങ്ങനെയാണ്: ഇതിനിടെ സമരം തീർത്തത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള രഹസ്യധാരണയുടെ ഭാഗമാണെന്ന ആരോപണം കൂടി പുറത്തു വന്നത് കാര്യങ്ങൾ ഒന്നുകൂടി വഷളാക്കി. സത്യത്തിൽ അങ്ങനെ ഒരു രഹസ്യധാരണയും ഉണ്ടായിരുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ TP കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രമ എടുത്ത് ഉയർത്തുമ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വളരെ അസേർട്ടീവായിട്ട് പറയുകയാണ് സാർ, സത്യത്തിൽ അങ്ങനെ ഒരു രഹസ്യധാരണയും ഉണ്ടായിരുന്നില്ല. വേണു, എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യമേ ഞാൻ പറയുള്ളൂ. പക്ഷെ അത് നടന്നില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ആളല്ല. എനിക്ക് ബോധ്യമില്ല, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരി, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തും. ഇനി ഒരു കാര്യം കൂടി, ഇന്നലെ ജയിക്കും ഇന്ന് ആർഷോയും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് അങ്ങേക്ക് മറുപടി പറയേണ്ട അവസരം നൽകേണ്ടത് ശരിയായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് അപസർപ്പകമായ രചനകൾ എഴുതിയിരിക്കുന്നു അങ്ങ് എന്ന് പറയുന്ന വിമർശനം അങ്ങയുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ.
ഇന്നലെ ജയിക്ക് പറഞ്ഞത്? അതിനുള്ള മറുപടി കൂടി, എന്നിട്ട് എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. അല്ല, ജയ്ക്ക് ഇന്നലെ പറഞ്ഞത് ഞാൻ പിന്നീട് അറിഞ്ഞു. ജയ്ക്ക് ഞാൻ അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പറയാതെ ഞാൻ ചർച്ച ചെയ്ത് മാറിയ ശേഷം ജയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കി. ചാരക്കേസ് ഞാൻ എഴുതിയത് എന്തോ അശ്ലീലമായ കാര്യങ്ങൾ എഴുതിയെന്ന്. ഞാൻ ജയ്ക്കിനെ വെല്ലുവിളിക്കുകയാണ്, എന്ത് അശ്ലീല കാര്യമാണ് ഞാൻ എഴുതിയത്? ജയ്ക്ക് ഞാൻ ഈ ചാരക്കേസ് എഴുതുന്ന സമയത്ത് ജയ്ക്ക് പ്രൈമറി സ്കൂളിലോ ഹൈസ്കൂളിലോ പഠിക്കുന്ന എനിക്കറിയില്ല. ആർഷോയെ സംബന്ധിച്ച് അങ്ങനെ ജയ്ക്കിനെ പോലെ കാര്യങ്ങൾ പഠിക്കാതെ സംസാരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷെ ആർഷോ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആർഷോയും എന്ന് പറയുന്നത് കേട്ടു അപസർപ്പ കഥകൾ എഴുതുന്നത് പോലെയെന്ന്. ഞാൻ ആർഷോയോട് പറയുകയാണ്, ആർഷോ ചാരക്കേസിൽ എന്താ നടന്നുള്ളത് പഠിക്കണം. അതിനകത്ത് എന്താണ് ജോൺ മുണ്ടക്കയം ചെയ്തിരിക്കുന്നുള്ളത് പഠിക്കണം. വെറുതെ പറയരുത്. കാരണം ഒരു സെക്കൻഡ് സാർ, ആർഷോ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ജയിക്കായാലും ആർഷോ ആയാലും ഒക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു സെക്കൻഡ് സാർ ഉദ്ധരിക്കുന്ന ഒരു ബൈലൈൻ ഉണ്ടല്ലോ, ആർഷോയുടെ കൈവശം അത് ഉണ്ടാകുമല്ലോ. ശ്രീ ജോൺ മുണ്ടക്കയം അത് കേൾക്കട്ടെ, എന്നിട്ട് അദ്ദേഹം അതിന്റെ മറുപടി പറയട്ടെ. വേഗം ആർഷോ. അല്ല, നിരവധി അദ്ദേഹത്തിൻ്റെതായി മലയാള മനോരമയ്ക്കകത്ത് വന്ന നിരവധി വാർത്തകൾ ആ ഘട്ടത്തിലുണ്ട്. ഞാൻ ഈ ഘട്ടത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവതാരകൻ അതിന്റെ എട്ടാമൻ അമ്പോ ഭയങ്കരൻ ഒർമാനിയ തുടങ്ങി ഒരു സെക്കൻഡ് സാറേ, അത് കേട്ടല്ലോ എട്ടാമൻ അമ്പോ. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടുള്ള വിമർശനം, അദ്ദേഹം എല്ലാം ബോധ്യപ്പെട്ട് വസ്തുതയെ മുൻനിർത്തി മാത്രം വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. എട്ടാമൻ അമ്പോ ഭയങ്കരൻ ഒർമാനിയ, ഇത് എവിടെ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെ ഒന്നല്ല അല്ല, അദ്ദേഹം പറയട്ടെ. ചൂണ മത്സ്യത്തെ പോലെ ചർച്ച ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ? ആർഷോ ഒരു കാര്യം, ആർഷോയും ജയിക്കിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്ത് തിരുവനന്തപുരത്ത് വരൂ, എന്റെ വീട്ടിൽ വരൂ, ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ആ കേസില് ദേശാഭിമാനി എന്ത് ചെയ്തു, ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു, മലയാള മനോരമയുടെ റിപ്പോർട്ടിൽ എന്ത് വന്നു, ഞാൻ എന്ത് എഴുതി, ഞാൻ ബോധ്യപ്പെടുത്താം, ഞാൻ പറയാം. നിങ്ങള് ആ സംഭവത്തെ ഇങ്ങനെ വളച്ചൊടിക്കണ്ട. അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടി നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ കൊഞ്ഞനം കാണിക്കാന്ന് പറഞ്ഞ പോലെ. അല്ല, ഏതായാലും ആർഷോയുടെ കാര്യം ചാരക്കേസിനെ കുറിച്ച് ഞാൻ എഴുതാൻ പോവാണ്. അടുത്ത പുസ്തകം ഞാൻ ചാരക്കേസിനെ കുറിച്ച് എഴുതാൻ പോവുകയാണ്. ചാരക്കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുള്ളത്, ഇതുവരെ പുറത്തു വരാത്ത കാര്യങ്ങൾ ഞാൻ എഴുതാൻ പോവുകയാണ്. അതുകൂടി ഞാൻ ഈ സമയം അറിയിക്കാം. ഏതായാലും ആ ചർച്ച ഇതിനകത്ത് പറഞ്ഞ് വെറുതെ നീട്ടിക്കൊണ്ട് പോകണമെന്ന് എനിക്ക്